എൻ്റെ ശബ്ദം ഇതിൻ്റെ പരിസരത്ത് നിന്ന് ഏതെങ്കിലും സഹോദരിമാര് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63 വയസ്സ് വരെ ജീവിച്ചിട്ട് ഈ ലോകത്ത് 23 വർഷക്കാലത്തെ ഔദ്യോഗിക പ്രവാചകത്വ ജീവിതം നയിക്കുന്നതിൻ്റെ ഇടയിൽ അവിടുന്ന് സഹിച്ച ത്യാഗമത്രയാണ്. കണ്ടോ നിങ്ങൾ, റസൂലുള്ളാഹിക്ക് ജനിച്ച ആൺമക്കൾ ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി പോയില്ലേ? അബുൽ ഖാസിം എന്നുള്ള സ്ഥാനപ്പേര് റസൂലുള്ളാഹിക്കുണ്ടല്ലോ. ഇന്ന് നിങ്ങൾ ജന്നത്തുൽ മിഅലായിലേക്ക് ചെന്ന് നോക്കിക്കേ, പരന്ന് കിടക്കുന്ന മഖ്ബറത്തുൽ മുസ്ലിമീനിൽ അതേ ഒരു ഖബർ അവിടെ പ്രത്യേകമായി അടയാളപ്പെടുത്തി കെട്ടിവെച്ചിട്ട് ഷീറ്റിട്ട് വെച്ചൊരു ഖബറുണ്ട്. റസൂലുള്ളാഹിക്ക് അഭയം കൊടുത്ത പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മ ഖദീജുമ്മാന്റെ ഖബറാണ്. അതിൻ്റെ കൂടെ കുഞ്ഞു ഖബറുണ്ട്. അത് മഹാനായ ഖാസിം എന്ന റസൂലുള്ളാഹിന്റെ പൊന്നുമോന്റെ ഖബറാണ്. ഖാസിം എന്നോരും ചെറുപ്പത്തിൽ വഫാത്തായി പോയി. അബ്ദുള്ള എന്നവരും ചെറുപ്പത്തിൽ വഫാത്തായി പോയി. മാരിയത്തുൽ ഖിബ്തിയയിൽ നിന്നുണ്ടായ ഇബ്രാഹിം എന്ന മോനും ചെറുപ്പത്തിൽ വഫാത്തായി പോയി. എന്നാൽ യൗവനത്തിന്റെ തുടിപ്പുള്ള സമയത്ത് റുഖയ്യ ബീവിയും അതിൻ്റെ ശേഷം ഉമ്മു കുൽസൂം ബീവിയും വഫാത്തായി പോയി. അവസാനം ഹിജറയുടെ 8-ാമത്തെ വർഷം റസൂലുള്ളാഹിക്ക് വളരെ സ്നേഹവും പ്രതീക്ഷയും നൽകിയ പൊന്നുമോൾ സൈനബ റളിയല്ലാഹു അൻഹയും വഫാത്തായി പോയപ്പോ 7 മക്കളുടെ, അതല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മക്കളുടെ 6 മക്കളുടെ ജനാദ സംസ്കരണം നടത്തിയിട്ട് അങ്ങനത്തെ പ്രയാസം നേരിട്ട ഹബീബായ തങ്ങളോടൊപ്പം അവിടുത്തെ വഫാത്ത് വരെ ചേർന്ന് നിന്ന പൊന്നുമോളാണ് സയ്യിദത്തുന ബീവി ഫാത്തിമ സഹറ ബത്തൂൽ റളിയല്ലാഹു അൻഹാ. അവിടത്തോട് പറയാത്തൊരു സ്വകാര്യതയില്ല, അവിടുന്ന് ഷെയർ ചെയ്യാത്ത കാര്യങ്ങളില്ല. റസൂലുള്ളാഹിന്റെ അരമന എപ്പോഴും കലവറ നിറഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷേ മാശബഅലു മുഹമ്മദിൻ, റസൂലുള്ളാഹിന്റെ കുടുംബം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചൊരു ചരിത്രം 3 ദിവസങ്ങൾക്കുള്ളിൽ, അതല്ലെങ്കിൽ അതിലധികം പറയാനൊക്കത്തില്ല. അത്രയും പട്ടിണി പരിവട്ടത്തിന് വിധേയമായിട്ടുള്ളൊരു ജീവിത ചരിത്രം. മുത്തായ റസൂലുള്ളാഹിന്റെ ഓരം ചേർന്ന് നിൽക്കുന്ന ഫാത്തിമ മോള്, ഫാത്തിമ ബീവിയെ കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാം ഹബീബിന്റെ പരിസരങ്ങളെ അറിയാൻ താല്പര്യപ്പെടുന്ന വിശ്വാസികളല്ലേ? അറിയുമോ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയുമായിട്ടുള്ള കല്യാണം നടക്കുന്ന സമയം കുഞ്ഞുപ്രായത്തിൽ റസൂലുള്ളാഹിക്ക് മുല കൊടുത്ത ഉമ്മയല്ലേ ഹലീമത്തു സഅദിയ ബീവി. അവിടുന്ന് കണ്ടോ, 4 വർഷത്തോളം റസൂലുള്ളാഹിക്ക് സ്നേഹം നൽകി, അമ്മിഞ്ഞപ്പാല് നൽകി, ഒരു മാതാവിൽ നിന്ന് കിട്ടേണ്ട മുഴുവൻ കൃപകളും നൽകി നോക്കിയ ഹലീമ സഅദിയ ബീവി അവിടത്തെ കൊച്ചു വീട്ടിൽ സാന്ത്വന സ്പർശനം അനുഭവിച്ച് കഴിയുന്ന മുത്തായ തങ്ങൾ വളർന്ന് വലുതായതിൻ്റെ ശേഷം 4-ാമത്തെ വയസ്സിൽ മക്കയിലേക്ക് തിരിച്ചു വരുന്നു. ആ വരുന്ന സമയത്തൊരു അശരീരി അവര് കേൾക്കുന്നുണ്ട്, ഹനീ അല്ലക്കി യാ ബത്ഹാ മക്ക, അല്ലയോ മക്കയെ, നിന്നിലേക്ക് പരിപൂർണമായൊരു പ്രകാശം തിരിച്ചു വരുന്നുണ്ട്. ഇസ്ലാമിൻ്റെ തനതായ മൂല്യങ്ങൾ നിന്നിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പ്രതീക്ഷയുടെ നാമ്പുകൾ മക്കക്കാർക്ക് മുന്നിൽ അവിടുന്ന് വിരിച്ചു കൊടുക്കുന്ന റസൂലുള്ളാഹിന്റെ 4-ാം വയസ്സിലുള്ള ആഗമനം ഒരശരീരിയോടെ ഹലീമ ബീവി കേൾക്കുകയാണ്.
ഇതിനു ശേഷം ആമിന ബീവിയോടൊപ്പം അല്പകാലം താമസിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന് ശേഷം അബ്ദുൽ മുത്തലിബ് എന്നോരുടെ കൂടെ കഴിയുന്നു. ശേഷം അബൂ ത്വാലിബിന്റെ കഫാലത്തിലാണ് കഴിയുന്നത്. അബൂ ത്വാലിബിന്റെ വീട് മുഴുപ്പട്ടിണിയാണ്. ആടിനെ മേക്കാൻ പോകും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കിട്ടുന്ന തുച്ഛമായ ഫിൽസുകൾ കൊണ്ട് മൂത്താപ്പന്റെ കയ്യിൽ കൊടുക്കും. അതുമായിട്ട് ജീവിതോപാധി കണ്ടെത്തും. 25 വയസ്സാകുന്ന സമയം ഖദീജ ബീവിയുമായിട്ടുള്ള കല്യാണത്തിലേക്ക് എത്തുന്ന സമയം കണ്ടില്ലേ, മക്കക്കാര് മുഴുവനും അൽ അമീൻ എന്ന് വിളിച്ച മുത്തായ തങ്ങൾ സാമ്പത്തിക സ്കെയില് വെച്ചുകൊണ്ട് ജനങ്ങൾ റസൂലുള്ളാനെ അളന്ന് തിട്ടപ്പെടുത്തുമ്പോ ഖദീജുമ്മാനെ കല്യാണം കഴിക്കുന്ന അന്നത്തെ ദിവസം നിക്കാഹ് കഴിയുന്നു, വലീമത്തിന്റെ ഭക്ഷണം കഴിയുന്നു. ആളുകൾ പിരിയാൻ പോകുന്ന സമയം ഒരു പ്രായമുള്ള ഉമ്മ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ശരീരത്തിൽ വാർദ്ധക്യത്തിന്റെ അടയാളങ്ങളുണ്ട്. ഈ പ്രായമുള്ള ഉമ്മ വന്നിട്ട് വിളിക്കുന്നു, യാ ഇബ്നീ, എന്റെ കൊച്ചുമോനെ എന്ന് വിളിച്ചുകൊണ്ടുവന്ന ആ പ്രായമുള്ള ഉമ്മാന്റെ മുഖത്തേക്ക് ഹബീബായ തങ്ങൾ നോക്കുന്നു. എവിടെയോ കണ്ടുമറന്ന പരിചിതമായൊരു മുഖഭാവം കണ്ടിട്ട് ചോദിച്ചു, ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഹലീമയാണ്. എനിക്ക് മുലകുടി ബന്ധത്തിലൂടെ എനിക്ക് മുലപ്പാല് തന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. വന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ ദൂരെ നിന്നാണ് വരുന്നത്, കുടുംബം പട്ടിണിയിലാണ്. അപ്പോഴാണ് എന്നോടാരോ പറഞ്ഞത് നിങ്ങളുടെ വളർത്തുമകൻ മുഹമ്മദിന്റെ കല്യാണമാണെന്ന്. ഒരു നേരത്തെ പശിയെടുക്കാൻ വകുപ്പുണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് വന്നതാണ്. ഇന്നലെ സ്ത്രീകളുടെ കയ്യിൽ ഒരു കവർ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കുട്ടികൾ ബക്കറ്റുമായി വരുമ്പം കവറും അതിൻ്റെ കൂടെ കനപ്പെട്ട ശബ്ദമില്ലാത്ത സംഖ്യയും കൊടുക്കണം. അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയെ കണ്ടപാട് റസൂലുള്ളാഹിക്ക് പഴയകാലം ഓർമ്മ വരികയാണ്. ഞാൻ നിന്റെ ഉമ്മയാണെന്ന് പറഞ്ഞപ്പോൾ 19 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ആമിന ബീവിയിലേക്ക് ചിന്തിക്കുന്ന മുത്തായ തങ്ങൾ ഈറണണിഞ്ഞ കണ്ണോട് ചോദിക്കുന്നു, എനിക്ക് മുലപ്പാല് തന്ന എൻ്റെ ഉമ്മ ഹലീമയാണോ ഇത്? മുഖകമലങ്ങളൊക്കെ വാർദ്ധക്യത്തിന്റെ അടയാളങ്ങളെ കൊണ്ട് ചുക്കിച്ചുളിഞ്ഞു പോയിട്ടുണ്ട്. ഭക്ഷണത്തിന് വിശക്കുന്നുണ്ട്, ശക്തമായ പ്രയാസമുണ്ട്. ഭക്ഷണത്തിന് ഏർപ്പാട് ചെയ്യാൻ ആദ്യമായിട്ട് ഖദീജ ബീവിയെ വിളിക്കുന്നു, യാ ഖദീജ, എൻ്റെ ഉമ്മ വന്നിട്ടുണ്ട്. ഖദീജ ബീവി ആലോചിച്ച് ഏതുമ്മയാണിത്? അപ്പോൾ പറഞ്ഞു, ഉമ്മീ മിനർ റളാഅ, എനിക്ക് മുലകുടിയിലൂടെ ഉള്ള ഉമ്മയാണിത്. ആ ഉമ്മയെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നു, ശക്തമായ വിശപ്പുണ്ട് എൻ്റെ ഉമ്മാക്ക്, ഭക്ഷണം കൊടുക്കൂ ഖദീജ. റസൂലുള്ളാന്റെ കല്യാണത്തിന്റെ പകലിൽ ആദ്യമായിട്ട് റസൂലുള്ള ആവശ്യം പറയുന്നത് സ്വന്തമല്ല, അപരന്റെ ആവശ്യങ്ങൾക്ക് പരിഗണന കൊടുക്കുന്ന മുത്തായ തങ്ങൾ. അതുകൊണ്ടല്ലേ സമ്മിലൂനി എന്ന് പറഞ്ഞ് 40ാമത്തെ വയസ്സിൽ നുബൂവത്തിന്റെ അടയാളവുമായിട്ട് തങ്ങൾ വന്നപ്പോ എന്തിനാണ് തങ്ങൾ പേടിക്കുന്നത്? അല്ലാഹു തങ്ങളെ കൈവിടൂല. ഇന്നക തസ്വിലുർ റഹിം, അതുപോലെ തന്നെ ഇന്നക തഹ്മിലുൽ കല്ല. തങ്ങൾ അപരന്റെ പ്രയാസം കണ്ടെത്തിയിട്ട് അവരെ സഹായിക്കുന്ന ആളല്ലേ. അതുകൊണ്ട് തങ്ങളെ അല്ലാഹു കൈവിടൂല. തങ്ങള് കുടുംബ ബന്ധം ചേർക്കുന്ന ആളല്ലേ. തങ്ങളെ അല്ലാഹു കൈവിടൂല. ഈ ഉപദേശം കിട്ടാൻ കാരണം റസൂലുള്ളാഹിന്റെ ജീവിതം മുഴുവനും
പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ആവശ്യം മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ പരിഗണിക്കും. ഹലീമ ബീവിക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കാൻ പറയുന്ന സമയം, എൻ്റെ മക്കളുണ്ട്, വളരെ വിശപ്പാണ്, പ്രയാസമാണ്. ഏത് മോളാണെന്നറിയുമോ? ഹലീമ ബീവിയുടെ വീട്ടിൽ 4 വർഷം വരെ താമസിക്കുമ്പോ ആദ്യത്തെ 2 വർഷം താരാട്ട് പാട്ടി ഉറക്കിയിട്ടുള്ള ഷൈമാ ബീവിയുണ്ട്. യാ റബ്ബനാ അബ്ഖി അഖീ മുഹമ്മദാ ഹത്താ അറാഹു യാഫിഅൻ വ അംറദാ. ഷൈമാ ബീവി തൊട്ടിലാട്ടിയിട്ട് മുത്തു റസൂലുള്ളാഹിനെ താരാട്ട് പാടി ഉറക്കിയ പാട്ടാണിത്. ആ ഷൈമാ അടക്കം മക്കള് പ്രയാസം നേരിടുന്ന പ്രയാസ വാർത്ത പറഞ്ഞപ്പോൾ ഖദീജ ബീവി ഭക്ഷണം റെഡിയാക്കി കൊടുക്കാൻ പറഞ്ഞു. ഖദീജ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ വസ്ത്രമൊന്ന് നോക്കിക്കേ, നീ പഴകിയ വസ്ത്രമാണ്, നമുക്കെന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ? ഖദീജ ബീവി കല്യാണത്തിൻ്റെ അന്നൊടുക്കാൻ വാങ്ങിയ പലതരം വസ്ത്രങ്ങളിൽ നിന്ന് മുന്തിയ വസ്ത്രമെടുത്തിട്ട് പ്രിയപ്പെട്ട പോറ്റുമ്മാന്റെ കയ്യിൽ കൊടുക്കുന്നു. ഖദീജ, എൻ്റെ ഉമ്മ പോവുകയാണ്. നടന്നു വന്നിട്ട് കാലൊക്കെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. നഗ്നമായ ആ നഗ്നമായ പാദത്തോടെ വന്നതുകൊണ്ട് ശക്തമായ വേദനയും പുകച്ചിലും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു വാഹനം ഏർപ്പാട് ചെയ്യണമല്ലോ. റസൂലുള്ള ഓരോ ആവശ്യങ്ങൾ പറയുമ്പോഴും ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും വില കൂടിയ വാഹനമാണ് ചുവന്ന ഒട്ടകം. അതിനെ എടുത്തിട്ട് അതേ ഒട്ടകക്കട്ടിലൊരുക്കിയിട്ട് അതിൽ ഹലീമ ബീവിയെ കയറ്റി പോകുന്ന സമയത്ത് അവിടുത്തെ സാമ്പത്തിക അവസ്ഥ അറിയുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമ സഅദിയ ബീവിയുടെ വീടിന്റെ പരിസരങ്ങൾ അറിഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിനോട് പറയാണ്, ജീവിതോപാധിക്ക് വേണ്ടി എന്തെങ്കിലും നമ്മുടെ ഉമ്മാക്ക് കൊടുക്കണ്ടേ? സുബുലുൽ ഹുദാ വർ-റശാദിൽ ഈ സംഭവം വളരെ വിശാലമായി വിശദീകരിക്കുന്നുണ്ട് മുത്തഅല്ലിമീങ്ങളെ. 40 ആടുകളൊന്നും അതല്ല, 90 ആടുകളൊന്നും, അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും റസൂലുള്ളാന്റെ കല്യാണത്തിന്റെ ദിവസത്തിൽ മുത്തായ തങ്ങൾ ഈ ആടുകളെ കൊടുക്കുന്നതിന്റെ മുമ്പ് ഖദീജ ബീവിയോട് പറയുന്നു, എന്താണ് പ്രിയപ്പെട്ട ഉമ്മാക്ക് കൊടുക്കുക? നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കാം. എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ ഖദീജ. അപ്പോഴാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, വവജദക ആയിലൻ ഫഅഗ്നാ ഐ ബിമാലി ഖദീജ. യതീമിന്റെ അതുപോലെ തന്നെ പ്രയാസം നേരിടുന്നവന്റെ പരിചിത മുഖത്തോടെ കടന്നു വന്ന മുത്തായ തങ്ങളെ അല്ലാഹു തആല സമ്പന്നനാക്കിയത് ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്വത്തുകൊണ്ട്. മക്കക്കാര് മുഴുവനും ഭക്ഷണം കഴിച്ച് പല്ലിക്കുത്തി തിരിച്ചിറങ്ങി പോകുന്ന സമയത്ത് ഖദീജ ബീവി പറഞ്ഞു, യാ മഅ്ശറ ഖുറൈശ്, അല്ലയോ ഖുറൈശികളെ, നിങ്ങൾ പോവാൻ വരട്ടെ, ചെറിയൊരു ചടങ്ങ് കൂടെ ബാക്കിയുണ്ട്. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു വലിയ കൂമ്പാരം എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വിളിക്കുന്നത് ഹാദാ ലക യാ മുഹമ്മദ്, ഇത് തങ്ങൾക്കുള്ളതാണ് നബിയേ. എൻ്റെ മുഴുവൻ പ്രോപ്പർട്ടീസും ഇതിലുണ്ട്. ഇന്നു മുതൽ ഇതിൻ്റെ ഉടമസ്ഥാവകാശം തങ്ങൾക്കാണ്. എന്നിട്ട് പറഞ്ഞു, യാ മഅ്ശറ ഖുറൈശ് ഹാദാ ഹുവൽ ഗനിയ്യു വ അന ഫഖീറാ. ഇന്നു മുതൽ മുഹമ്മദ്, നിങ്ങളെല്ലാവരും സാമ്പത്തികമായിട്ട് റസൂലുള്ള വളരെ പ്രയാസം നേരിടുന്ന ആളാണെന്ന് പറഞ്ഞ് നിങ്ങളാ മുഹമ്മദിനെ കൊച്ചാക്കിയില്ലേ? ഇന്നു മുതൽ ആ മുഹമ്മദ് നബി എന്നേക്കാൾ വലിയ സമ്പന്നനാണ്.
ഞാൻ ദരിദ്രയാണ്, എൻ്റെ സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശം മുഴുവനും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായ മുത്ത് തങ്ങൾക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭാര്യ ഒരു ഭർത്താവിനെ സമൂഹത്തിന്റെ മുന്നിൽ പരിഗണിക്കുന്ന ഒരു ശൈലി. ഇതുകൊണ്ടായിരിക്കണം നിക്കാഹിന്റെ സീഗകൾ പറഞ്ഞുകൊടുത്ത് നിക്കാഹ് കഴിഞ്ഞ് ദ്വാരക്കുന്ന സമയം അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഹാദൈനി സൗജൈനി കമാ അല്ലഫ ബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ ഖദീജത്തുൽ കുബ്രാ. ഖദീജമ്മയും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അത്രമേൽ മഹബത്ത് വെച്ച് നിങ്ങൾ നോക്കൂ. ആ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചിട്ട് അവിടുത്തെ വഫാത്ത് വരെ 24 വർഷവും 6 മാസവും എണ്ണപെരിയാത്ത അത്രയും സ്നേഹത്തിൽ കഴിഞ്ഞുകൂടിയ ആ ദാമ്പത്യ ബന്ധത്തിന്റെ ഇടയിൽ മറ്റൊരു ഭാര്യ റസൂലുള്ളാന്റെ കൂടെ വന്നിട്ടില്ല. ആയിഷ ബീവി കന്യകയാണ്. കന്യകയായിട്ട് റസൂലുള്ളാന്റെ കൂടെ വന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ ആയിഷ ബീവിയെ പോലെ മറ്റൊരു ഭർത്താവിന്റെ കൂടെ രാപ്പാർക്കാതെ വന്നൊരു ഭാര്യയില്ല. പക്ഷെ ആയിഷ ബീവിയുള്ള സമയത്ത് സൊഫിയ ബീവിയുണ്ട്, സൈനബുണ്ട്, അതുപോലെ തന്നെ ഹിന്ദുണ്ട് റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. അതേ സമയത്ത് ഖദീജ ബീവിയോടൊപ്പം മറ്റൊരു ഭാര്യയില്ല. ഞാൻ പറഞ്ഞു വന്നത് 6 മക്കളുടെ ജനാദ സംസ്കരിച്ച മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്നത് പ്രിയപ്പെട്ട ഫാത്തിമ സഹറ ബത്തൂലാണ്. ഈ ഫാത്തിമ ബീവിയോട് പ്രത്യേകമായ അനുകമ്പ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് പറയട്ടെ, ചിലപ്പോൾ നമുക്ക് ഒന്നിലധികം മക്കളുണ്ടാകുന്നു. അതിലേതെങ്കിലും ഒരു കുട്ടിയോട് പ്രത്യേകമായ താല്പര്യം നമുക്ക് തോന്നുന്നു. ഒരിക്കലും അങ്ങനെയുള്ള സ്നേഹം, വ്യത്യസ്തമായൊരു സ്നേഹമുണ്ടെങ്കിൽ അത് പരസ്യപ്പെടുത്താൻ പാടില്ല. അത് പഠിപ്പിക്കാനാണ് സൂറത്ത് യൂസുഫ് അല്ലാഹു തആല അവതരിപ്പിച്ചത്. മക്കളോട് വ്യത്യസ്തമായ ഏതെങ്കിലും രൂപത്തിൽ ഒരു കുട്ടിയോട് പ്രത്യേകമായ സ്നേഹമുണ്ടെങ്കിൽ അത് മറ്റുള്ള മക്കൾക്ക് പ്രയാസമാകുന്ന രൂപത്തിൽ പ്രകടമാക്കരുത്. പക്ഷേ ഇവിടെ റസൂലുള്ളാന്റെ കൂടെ നിന്നു. 5-ാമത്തെ വയസ്സാകുന്ന സമയം പ്രിയപ്പെട്ട ഉമ്മ ഖദീജ ബീവി ഏകദേശം 64ഉം 65ലേക്കും എത്തി നിൽക്കുന്ന സമയം, ഫാത്തിമ ബീവി 5-6 വയസ്സിലെത്തി നിൽക്കുന്ന സമയം, എത്രയാണ് അവിടുന്ന് കഷ്ടപ്പെട്ടത്, പ്രയാസപ്പെട്ടു പോയത്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാന്റെ ഇരപകലുകളെ ഒപ്പിയെടുത്തൊരു മോളാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മസ്ജിദുൽ ഹറാമിലേക്ക് ചെല്ലുന്നു. കഅബാലയത്തിന്റെ പരിസരത്തേക്ക് എത്തുന്നു. അവിടെ വെച്ച് 2 ത്വവാഫ് ചെയ്തിട്ട് വിശ്രമിക്കുന്ന സമയത്ത് ഉത്ബത്തും വലീദ് ബിൻ മുഗീറയും വന്നു. ഒരു പിടി മണ്ണെടുത്ത് റസൂലുള്ളാന്റെ ശരീരത്തിലേക്ക് വലിച്ചങ്ങിട്ടു. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സാധാരണ ഖദീജ ബീവി റസൂലുള്ള വരുമ്പോഴും വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്തും ആ നേല് മറയുന്നത് വരെ പ്രിയപ്പെട്ട ഭർത്താവിനെ നോക്കിയിരിക്കാറുണ്ടായിരുന്നു. ഉമ്മാന്റെ കാലശേഷം പൊന്നുമോൾ ഫാത്തിമ മോളും ബാപ്പ പോകുന്നതും വരുന്നതും കാത്തിരിക്കും. വന്ന് നോക്കിയപ്പോൾ അവിടത്തെ തൂവെള്ള വസ്ത്രം മുഴുവനും മണ്ണ് പുരണ്ടിരിക്കുന്നു. എന്തു പറ്റിയതാണുപ്പാ? ഇവിടെ ഉത്ബത്ത് ചവിട്ടിയതാണ് മോളെ. പുറം ഭാഗത്തുള്ള മണ്ണ് കാട്ടിക്കൊടുത്തപ്പോൾ, മുൻഭാഗത്തുള്ള മണ്ണ് കാണിച്ചപ്പോൾ വലീദ് ഇബ്നു മുഗീറ ചവിട്ടിയതാണ് മോളെ. കുഞ്ഞിളം കൈപിടിച്ചിട്ട് ഫാത്തിമ മോള് ബാപ്പനെ സമാധാനിപ്പിക്കുന്നു. എൻ്റെ ഉമ്മയുണ്ടായിരുന്നുവെങ്കിൽ ബാപ്പാക്കൊരു പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ബാപ്പാനെ സാന്ത്വനപ്പെടുത്തും. നിസ്കരിക്കുന്ന സമയത്ത് 50 ദിവസത്തിലധികം പഴക്കമുള്ള ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാല
റസൂലുള്ളാന്റെ പെരടിയിലിട്ട് തല ഉയർത്താൻ കഴിയാതെ കണ്ട് പ്രയാസപ്പെടുന്ന തങ്ങളെ കണ്ട് ആർമാദിച്ച് ചിരിച്ചിരുന്ന കശ്മലന്മാരായ മക്കാ മുശ്രിക്കീങ്ങൾ. ഒരു വഴിയാത്രക്കാരൻ പറയുന്നു, നിന്റെ ബാപ്പയാണെന്ന് തോന്നുന്നു, തല ഉയർത്താൻ കഴിയാതെ പ്രയാസപ്പെടുന്നുണ്ടെന്ന്. ഇത് കേട്ടപ്പോൾ ഫാത്തിമ മോള് ചെറിയ കുഞ്ഞുമോളാണ്. അവിടത്തെ കുഞ്ഞളം കൈകൊണ്ട് എങ്ങനെയൊക്കെയോ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു. ചൂണ്ടുവരൽ ചൂണ്ടിയിട്ട് ഉത്ബയുടെയും ഷൈബയുടെയും വലീദ് ഇബ്നു മുഗീറയുടെയും ഉമയ്യത്തിന്റെയും മുഖത്ത് നോക്കിയിട്ട് ആ കുഞ്ഞു സംസാരത്തിൽ പ്രതികരണശേഷി വളർന്നു വന്നുപോയി. അത്രയും പ്രിയപ്പെട്ട ബാപ്പന്റെ കൂടെ ചേർന്ന് നിന്ന പൊന്നുമോള് ഫാത്തിമ ബീവി അവിടുന്ന് ഒരു ദിവസം ബാപ്പനെ കാണാൻ പോയ സമയത്താണ് കരയുന്ന ഉപ്പാനെ കണ്ടപ്പോ ചോദിച്ചു, മാതാ തുബ്കീക യാ അബീ, എന്തിനാണുപ്പാ നിങ്ങൾ കരയുന്നത്? റസൂലുള്ളാഹി പറയാണ്, ലൈലത ഉസ്രിയ ബി റഅയ്തു നിസാഅ മിൻ ഉമ്മതി യുഅസ്സബ്ന മിൻ അൻവാഇൽ അദാബ്. ഇസ്റാ മിഅ്റാജിന്റെ രാപ്രയാണത്തിൽ എൻ്റെ സമുദായത്തിൽപ്പെട്ട തരുണീമണികളായ ഒരുപാട് സഹോദരിമാരെ ഞാൻ കണ്ടു നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നത്. അവരുടെ കാര്യം ആലോചിച്ച് കരഞ്ഞു പോയതാണ്. എന്തിനാണ് ഹബീബായ തങ്ങൾ കരയേണ്ടത്? മുത്തു റസൂലിന്റെ കുടുംബക്കാരെ കുറിച്ചല്ലല്ലോ, അതല്ലെങ്കിൽ അവിടുത്തെ സ്വഹാബത്തിനെ നേർക്കുനേര് കാണുന്ന സ്വഹാബത്തിനെ കുറിച്ചല്ലല്ലോ. ഫിസിക്കലായിട്ട് റസൂലുള്ളാന്റെ കൂടെ ഒരു സെക്കൻഡ് സമയം പോലും ഒരുമിച്ച് കൂടിയിട്ടില്ലാത്ത അവിടുത്തെ അനുയായികളെ കുറിച്ച് അതാ ഇസ്റാ മിഅ്റാജിന്റെ പ്രയാണത്തിൽ മുത്ത് തങ്ങൾ കണ്ടപ്പോഴേക്ക് അവിടുന്ന് പ്രയാസപ്പെട്ടു പോയി. ഈ ഉമ്മത്തിനോടുള്ള സ്നേഹമല്ലേ അത്? ഈ സമുദായത്തിനോടുള്ള താല്പര്യമല്ലേ അത്? എന്നിട്ട് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു, ആ നരകവാസികളായിട്ടവർ കണ്ട അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അതിൻ്റെ കാരണങ്ങളെയും കുറിച്ച് ലോകത്തിന് ഉത്ബോധനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ കള്ളു കുടിക്കരുത്, നിസ്കാരം ഉപേക്ഷിക്കരുത്. അതുപോലെ റസൂലുള്ളാഹിന്റെ നിർദ്ദേശങ്ങൾ പലതും വന്നിട്ടുണ്ട്. ഈ ഹബീബായ തങ്ങളോട് പ്രിയപ്പെട്ട ജനങ്ങളെ, നമുക്ക് എത്രയാണ് കമ്മിറ്റ്മെന്റ് ഉള്ളത്? അവിടത്തോടുള്ള കടപ്പാടെത്രയാണ് നമുക്കുള്ളത്? ഇങ്ങനത്തെ ഹബീബായ തങ്ങളെ കൊണ്ടല്ലേ നമുക്ക് ഹിദായത്ത് കിട്ടിയത്? ഈ ഹബീബിനെ കൊണ്ടല്ലേ നമുക്ക് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ സാധ്യമായത്? അന്നത്തെ ബദർ നടന്നില്ലായിരുന്നുവെങ്കിൽ ഈ പാറക്കടവിലെ കുഞ്ഞു പള്ളിയിൽ നിന്നിപ്പോഴും ഇശാഇന്റെ ബാങ്ക് വിളിക്കുമായിരുന്നില്ലല്ലോ. അന്നത്തെ ബദർ നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ തലപ്പാവ് ധരിച്ച മുത്തഅല്ലിമീങ്ങളെ സംരക്ഷിക്കുന്ന ഈ ഭവനവും ഈ സംസ്കാരവും നമ്മളിൽ എടുക്കപ്പെട്ടു പോകുമായിരുന്നല്ലോ. എല്ലാം ഹബീബ് ചെയ്തത് ഈ സമുദായത്തിന് വേണ്ടി, എല്ലാം അവിടുന്ന് സമർപ്പിച്ചത് ഈ ഉമ്മത്തിന് വേണ്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദ്യമായും അവസാനമായും നമ്മൾ കടപ്പെട്ട് കിടക്കുന്നത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും വലിയ കടപ്പാട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് അവരുടെ സ്നേഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ അടയാളപ്പെടുത്തിയത്. ഈമാൻ ഇങ്ങനെ തളച്ചു മറയുന്നു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫസ്ദിഖു ഫിൽ ഗാരി വ സിദ്ദീഖു ലം യരീമാ. സിദ്ദീഖാകുന്ന മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ചേർന്ന് നിന്നപ്പോ ഇബ്നു അബി ഖുഹാഫ എന്ന ഓമന പേരുള്ള അബൂബക്കർ എന്ന സ്വന്തം പേരുള്ള ഒരു വ്യക്തിക്ക് സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് കിട്ടുന്നത് റസൂലുള്ളാഹിന്റെ കൂടെ നടന്നതുകൊണ്ട്. അൽ ഫാറൂഖ്, അൽ ഫാരിഖു ബൈനൽ ഹഖ് വൽ ബാത്തിൽ,
ഖത്താബിന്റെ മകനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഉമറുൽ ഫാറൂഖ് എന്ന പേര് കിട്ടുന്നത് ഹബീബായ തങ്ങളിലൂടെ. എത്രയെത്ര സ്വഹാബത്തിനെ നമുക്ക് പറയാൻ പറ്റും. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ കല്യാണം കഴിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മുതൽ റസൂലുള്ളാഹിന്റെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് ജീവിച്ചപ്പോൾ മുത്തുനബി തങ്ങളുടെ ഏറ്റവും പ്രയാസഘട്ടങ്ങളിൽ കൂടെ നിന്നിട്ട് റസൂലുള്ളാഹിന്റെ ഒരു മകള് വഫാത്താകുമ്പോ അടുത്ത മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ മാത്രം ഹൈ ക്വാളിഫൈഡ് ആയതുകൊണ്ട് മുത്തായ തങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് വിളിക്കപ്പെട്ട് ദിന്നൂറൈനെന്ന്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഓരോ സ്വഹാബത്തും ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ അവർക്കും അല്ലാഹു തആല പല സ്ഥാനങ്ങളും കൊടുത്തില്ലേ? ഇനി നിങ്ങൾ നോക്കൂ, മദീനയിൽ ഒരു അൻസ്വാരിയുണ്ട്, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഭൂമി കച്ചവടം ചെയ്യുന്ന ആളാണ്, സ്ഥല കച്ചവടം ചെയ്യുന്ന ആളാണ്. ഇന്നത്തെ പോലത്തെ കച്ചവടമല്ല. ഇന്നത്തെ കച്ചവടം ഏതോ ഒരാളെ പ്രോപ്പർട്ടി, ഇയാൾക്ക് ആ സ്ഥലമായിട്ട് ഒരു ബന്ധം ഉണ്ടാവൂല, എന്നിട്ട് പറയും ഇത് കൊടുക്കുന്നുണ്ടെന്ന് പറയും. മുതലാളി പോലും അറിയാത്ത രൂപത്തിൽ കച്ചവടം നടത്തുന്ന കാലഘട്ടം ഇപ്പോ. ഇതങ്ങനല്ല. റസൂലുള്ളാഹിന്റെ മസ്ജിദുൻ നബവി, ആ മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്തായിട്ട് അദ്ദേഹത്തിന് താമസിക്കണം. മൂപ്പരൊരു പുരയെടുത്തു. ആ പുരയെടുത്തപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പള്ളിയോട് മുട്ടിയിട്ട് മൂപ്പരൊരു പുരയെടുത്തു കൊടുത്തു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഓരോ ഭാര്യമാർക്കും ഘട്ടം ഘട്ടമായിട്ട് മൂപ്പരിങ്ങനെ പുരയെടുത്തു കൊടുത്തു. ഒരു ദിവസം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. ഇവരുടെ വീടുകളേക്കാൾ അല്പം ദൂരെയാണ് ഫാത്തിമ ബീവിയുടെ വീടുള്ളത്. പ്രിയപ്പെട്ട ബാപ്പയുടെ അനക്കങ്ങളും മടക്കങ്ങളും ഒരുപോലെ കണ്ടറിഞ്ഞ ഫാത്തിമ ബീവി ഇപ്പോൾ ഹസനൈനിയുടെ ഉമ്മയായപ്പോൾ, ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചപ്പോ ബാപ്പന്റെ കൂടെ കുറെ നേരം ചെലവഴിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് ബാപ്പ പള്ളിയിലേക്കും പള്ളിയിൽ നിന്ന് ഇളയമ്മമാരുടെ വീട്ടിലേക്കും പോകുന്നതും വരുന്നതും കാണാൻ പറ്റുന്ന രൂപത്തിൽ ഒരു വീട് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ബാപ്പനോട് സ്വകാര്യമായിട്ടൊന്ന് പറയാൻ ആഗ്രഹിച്ചു. വിവരം ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ തങ്ങൾ അറിഞ്ഞു. മഹാനായ ഹാരിസ നുഅ്മാൻ റളിയല്ലാഹു അൻഹു, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടക്കാരനാകുന്നത് കേവലം ഒരു സ്വഹാബിയായതുകൊണ്ട് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ തങ്ങൾ അറിയുന്നു അവിടുന്ന് തങ്ങൾക്ക് ഫാത്തിമ മോൾക്കൊരു വീട് ഇതിന്റെ തൊട്ടടുത്ത് വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അത് എന്നോട് പറയാത്തതാണ്. ഈ വിഷയം പറഞ്ഞ സമയത്ത് നേരെ റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയിട്ട്, എന്തേ തങ്ങളെ എന്നോട് തങ്ങൾക്കൊന്ന് തുറന്ന് പറഞ്ഞാൽ പോരെ? റസൂലുള്ളാഹി പറഞ്ഞു, ലഖദ് ഇസ്തഹയൈതു മിൻ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ മിമ്മാ യതഹവ്വലു ലനാ അൻ മനാസിലിഹി. ഈ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് ഒരുപാട് വീടുകൾ അവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇനിയും ഈ ഹാരിസയോട് മറ്റൊരു വീട് വേണമെന്ന് പറയാൻ എനിക്കൊരു ചമ്മലുണ്ട്, നാണമുണ്ട്, മടിയുണ്ട്. ആ സമയത്ത് മഹാനവറുകൾ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഹാദിഹി മനാസിലി വ ഇന്നമാ അന വമാലി ലില്ലാഹി വലിറസൂലിഹി. തങ്ങളെ ഈ കാണുന്നതെല്ലാം എൻ്റെ പ്രോപ്പർട്ടിയാണ്. അതേ സമയത്ത് ഞാനും എൻ്റെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിനും അവൻ്റെ ഹബീബായ തങ്ങൾക്കുമുള്ളതാണ്.
നിങ്ങൾ എന്തിനു മടിച്ചു നിൽക്കണം? തങ്ങൾ ചോദിക്കി. ഞാനിവിടെ വന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞു, കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി പലപ്പോഴും ചില കിതാബുകളൊക്കെ എഴുതും, പുസ്തകങ്ങൾക്ക് എഴുതും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. പക്ഷേ നാട്ടുകാരോട് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ അവർ സഹായിക്കുകയും ചെയ്യും. പക്ഷേ എനിക്ക് അവരോട് പറയാനൊരു ചമ്മലുണ്ട് എന്ന്. അല്ലാഹു തആല ഉസ്താദിന് ബർക്കത്ത് കൊടുക്കട്ടെ. ഉസ്താദിന് ബർക്കത്തിട്ട് നിങ്ങൾക്ക് എന്നാ കുഴപ്പമുണ്ടോ? ഒന്ന് ഉറക്കം ആമീൻ പറഞ്ഞു. അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കട്ടെ. ആ ദർസിലും മുത്തഅല്ലിമീങ്ങളിലും എല്ലാം അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോഴേക്ക് വാരിക്കോരി കൊടുക്കാനുള്ള സ്വഹാബത്ത്, അൻസ്വാറുകളും മുഹാജിറുകൾ പിന്നീടും വളർന്നു വന്നിട്ടുണ്ട്. ഫാത്തിമ മോളുടെ ആഗ്രഹം റസൂലുള്ള പറയാൻ മടിച്ചു നിന്നപ്പോൾ അവിടുത്തെ മുഖഭാവത്തിലൂടെ മനസ്സിലാക്കിയ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് പള്ളിയുടെയും വീടിന്റെയും തൊട്ടടുത്തായിട്ട് ഒരു വീട് നിർമ്മിച്ചു കൊടുത്തിട്ട് ഫാത്തിമ മോൾക്ക് നൽകാൻ വേണ്ടി കൊടുത്തു. എങ്ങനെയൊക്കെയാ റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കേണ്ടത്? ഏതെല്ലാം മാർഗത്തിലൂടെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കേണ്ടത്? ആ നിലക്കൊക്കെ അവർ റസൂലുള്ളാഹിനെ പരിഗണിച്ചു. ആ മാർഗങ്ങൾക്ക് അവർ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലത്തെ കുടുംബ സംരക്ഷകനായിട്ടുള്ള ഒരു ബാപ്പയെ, അതല്ലെങ്കിൽ ഒരു ഭർത്താവിനെ, ഒരു കുടുംബനാഥനെ നമുക്ക് എവിടെയാ കാണാൻ പറ്റുക? മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ ആള്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ ആള് കുടുംബത്തിനോട് ഖൈർ ചെയ്യുന്നവരാണ്. ഒന്നുകൂടെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളെപ്പറ്റി ചോദിക്കുന്നു, നമ്മുടെ മഹമൂദാജി എങ്ങനെ, നമ്മുടെ അഷ്റഫാജി എങ്ങനെ എന്ന് ചോദിക്കുമ്പോ ആ ഭാര്യ പറയുന്നത് എനിക്ക് സ്വർഗത്തിലും ഓരോ കൂടെ കഴിയണോന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ കുടുംബത്തിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കുടുംബനാഥനാണ്. ഈ അടുത്തൊരു ഭാര്യയും ഭർത്താവും തമ്മിൽ കലമ്പലുണ്ടായി. ഇപ്പൊ ഭർത്താവ് ഭാര്യനോട് പറയണം, ഒരു കാര്യം ചെയ്താൽ ഇത്രത്തോളം ആയില്ലേ, ഞാൻ മരിച്ചാല് ആ നിക്കാഹിന്റെ ഫോം എന്റെ കഫൻ പുടവന്റെ കൂടെ വെക്കണമെന്ന് പറഞ്ഞു. അതെന്താ ചോദിച്ചു? ദുനിയാവിൽ തന്നെ നിന്നെ കൊണ്ടുള്ള കഷ്ടപ്പാടങ്ങ് തീർന്നിട്ടില്ല, ആഖിറത്തിലെത്തിയാൽ അല്ലാഹു തആല അവന്റെ ഏതെങ്കിലും കാരണം കൊണ്ട് നിന്നെ തന്നെ ആഖിറത്തിലേക്ക് തരുന്നെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഈ സാധനം എനിക്ക് വേണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചില ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന ഭാര്യമാര്. അതുപോലെ തന്നെ ഭാര്യമാരെ പരിഗണിക്കാത്തവരുണ്ടാവും. സ്വന്തം ഭാര്യയുണ്ടായിട്ട് മറ്റുള്ള സ്ത്രീകളോട് അനുഭാവം പുലർത്തുന്ന വൃത്തികെട്ടവർ. ഒരു ഭാര്യ വീട്ടിലുണ്ടായിട്ട്, അതല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കുടിലും അതിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു ഭാര്യമുണ്ടായിട്ട്, ഏതെങ്കിലും പ്രായപൂർത്തിയെത്താത്ത താടിമീശ രോമം മുളക്കാത്ത ആൺകുട്ടികളുമായിട്ട് വികാര വികേന്ദ്രീകരണം നടത്തുന്നവർ കടുത്ത ഹറാമാണ്. അഇമ്മത്തുകൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ലേ, ഒരു അന്യ പെണ്ണിലേക്കുള്ള നിന്റെ നോട്ടം എത്രത്തോളം ഹറാമാണോ, എന്നാൽ താടിമീശ രോമം മുളക്കാത്ത കാണാൻ നിന്നിലേക്ക് താല്പര്യം തോന്നിക്കുന്ന ആൺകുട്ടിയിലേക്ക്, അമ്രതുകളായ ആൺകുട്ടികളിലേക്കുള്ള നിന്റെ നോട്ടം അതിനേക്കാൾ അശ്രദ്ധായ ഹറാമാൻ. ഭാര്യമാർക്ക് കൊടുക്കേണ്ട സന്തോഷങ്ങൾ ഏതെങ്കിലും ഹറാമായ മാർഗത്തിൽ വിനിയോഗിക്കുന്നവൻ കുടുംബത്തോട് നന്ദി കെട്ടവനാണ്, കുടുംബത്തിനോട് വിരോധം കാണിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ എൻ്റെ കുടുംബത്തിനോട് ഏറ്റവും നന്മ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ വിരിപ്പിലേക്ക് മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹ
അവിടുന്ന് വന്നപ്പോൾ മറ്റുള്ള ഭാര്യമാർക്ക് അതിൽ പ്രയാസം നേരിട്ടു. ഹഫ്സ ബീവി ആയിഷ ബീവിയോട് ആ സ്വകാര്യം പറഞ്ഞു കൊടുത്തു. മുത്തു റസൂലുള്ളാഹിക്ക് അത് വിഷമമായി പോയി. ഇനി മുതൽ എനിക്ക് അങ്ങനത്തൊരു ബന്ധം വേണ്ടാന്ന് തീരുമാനിക്കുകയാണ്. മറ്റൊരവസരത്തിൽ ഇടക്കിടക്ക് ഭാര്യമാരുടെ വീട്ടിലേക്ക് ചെല്ലാറുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗദാ ബീവിയുടെ വീട്ടിൽ വെച്ച് അല്പം തേന് കുടിച്ചപ്പോൾ തമാശ രൂപേണ ചില ഭാര്യമാരതിനെ തമാശ രൂപേണ മുത്തായ തങ്ങളോട് പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, ഇനി മുതൽ ഞാനത് കുടിക്കുന്നില്ല. അപ്പോഴാണ് അല്ലാഹു തആല വിളിച്ചു പറയുന്നത്, യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്. അല്ലാഹു തആല അനുവദിച്ചതിനെ തങ്ങൾ എന്തിനാണ് നിരാകരിക്കുന്നത്? തങ്ങളുടെ ഭാര്യമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലാഹു തആല അനുവദിച്ചതിനെ തങ്ങൾ വിരോധിക്കേണ്ടതില്ല. തങ്ങളെ അത്രത്തോളം ഭാര്യമാരോട് താല്പര്യം കാണിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ ഫാത്തിമ ബീവി റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോളാണ്. ഒരു ദിവസം ഫാത്തിമ മോളുടെ വീട്ടിലേക്ക് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്ന സമയം പ്രിയപ്പെട്ട മക്കൾ ഹസനൈനി എവിടെയെന്ന് ചോദിക്കുമ്പോ വാടിത്തളർന്ന് കിടന്നുറങ്ങിപ്പോയ മക്കളെ കണ്ടു. എന്തേ ഫാത്തിമ മക്കൾ ഇങ്ങനെ? ഉപ്പാ ഹസനൈനി റളിയല്ലാഹു അൻഹുമാ ഉറങ്ങി എഴുന്നേറ്റ് കരയുകയാണ്. കരയുന്ന പേരമക്കളെ ചേർത്ത് പിടിച്ചു സാന്ത്വനപ്പെടുത്തി. എന്താണ് എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുക്കാനുള്ളതെന്ന് ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ഇമാം കല്യൂബി തങ്ങൾ അവിടുത്തെ നവാദിറിൽ പറഞ്ഞ സംഭവമുണ്ടല്ലോ. മദീനയിലെ ജൂതനായ ഒരാളുടെ പ്രോപ്പർട്ടി ഉണ്ട് അവിടെ, ഒരു ഈത്തപ്പനത്തോട്ടം. അവിടെ പോയിട്ട് മുത്തുനബി തങ്ങൾ ചോദിക്കുന്നു, എനിക്ക് വല്ല ജോലിയുമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വന്നതെന്നോ ഇത് പ്രവാചകനാണെന്നോ ആ ജൂതനായ മനുഷ്യനറിയില്ല. അയാള് പറഞ്ഞു, നിങ്ങൾ ഈ ഈത്തപ്പനകൾക്ക് വെള്ളം നനയ്ക്കണം. 3 തൊട്ടി കോരിയാൽ ഒരു ഈത്തപ്പഴം അതല്ലെങ്കിൽ കാരക്ക കൂലിയായിട്ട് തരാം. റസൂലുള്ള വെള്ളം വലിക്കാൻ തുടങ്ങി. 9 തവണ വെള്ളം കോരിയപ്പോ 10ാമത്തെ തവണ കോരുമ്പോഴേക്ക് കയറ് പൊട്ടിയിട്ട് തൊട്ടി നിലത്തോട്ട് വീണുപോയി, കിണറ്റിലോട്ട് വീണുപോയി. വന്ന മനുഷ്യനെ കുറിച്ച് തോട്ടത്തിന്റെ ഉടമസ്ഥൻ അറിയില്ലല്ലോ. റസൂലുള്ളാന്റെ മുഖകമലത്തിലേക്ക് ഒരടിയങ്ങ് വെച്ചു കൊടുത്തു. അടി കിട്ടിയപ്പോ റസൂലുള്ള പരാതി പറഞ്ഞില്ല, പരിഭവം പറഞ്ഞില്ല. ആരോടും പ്രയാസം പറയാതെ കിട്ടിയ ഈത്തപ്പഴവുമായി കാരക്കയുമായി നേരെ ഫാത്തിമ മോളുടെ വീട്ടിലേക്ക് വരികയാണ്. ഫാത്തിമ മോളുടെ വീട്ടിലേക്ക് വന്നിട്ട് മടിയിലിരുത്തിയിട്ട് 2 മക്കൾക്ക് കയ്യിലുള്ള ഈത്തപ്പഴം തൊളിച്ചു കൊടുക്കുന്നു. അവരത് വിശപ്പ് കൊണ്ട് ആർത്തിയോടെ കഴിക്കുന്നു. അപ്പോഴാണ് ഈ തോട്ടത്തിന്റെ ഉടമസ്ഥൻ അറിയുന്നത്, ഞാൻ അടിച്ചുപോയ മനുഷ്യൻ എന്തോ ഒരു പ്രത്യേകതയുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ആ മനുഷ്യൻ മദീനയിൽ വന്നിട്ടുള്ള പ്രവാചകനാകുമോ? അദ്ദേഹം പേടിച്ചു പോവുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത്, ഞാൻ അടിച്ചുപോയ മനുഷ്യൻ മദീനയിലെ പ്രവാചകനാണെങ്കിൽ അതെനിക്ക് ഗുണം പിടിക്കാത്ത ഏർപ്പാടാണ്. അദ്ദേഹത്തിന്റെ കൈ അയാള് തന്നെ അങ്ങ് വെട്ടിക്കളഞ്ഞു. രക്തം ഒരുപാട് പോയതിന്റെ പേരിൽ ബോധം നഷ്ടപ്പെട്ടു പോയി. കച്ചവടയാത്ര സംഘം കണ്ടിട്ട് അദ്ദേഹത്തെ വിളിച്ചുണർത്തുന്നു, കാര്യം പറയുന്നു. നേരെ റസൂലുള്ളാന്റെ വീട് ലക്ഷ്യമാക്കി പോവുകയാണ്. ഫാത്തിമ മോളുടെ വീട്ടിലുണ്ടെന്നറിഞ്ഞിട്ട് അവിടത്തേക്ക് ചെല്ലുമ്പോ കിട്ടിയ ഈത്തപ്പഴം 3 മക്കൾക്ക് തൊളിച്ചു കൊടുത്തിട്ട്
മക്കളെ മടിയിലിരുത്തി കണ്ട ഹബീബായ റസൂലുള്ളാനെ കണ്ടപ്പോ ആഗതനായ ജൂതൻ പറയുന്നു, അല്ലയോ പ്രവാചകരെ, അടിച്ചുപോയതിൽ ക്ഷമ ചോദിക്കുന്നു, മാപ്പ് തരണം. നിങ്ങളൊരു പ്രവാചകനാണെങ്കിൽ എൻ്റെ മുറിഞ്ഞുപോയ കൈയൊന്ന് ചേർത്തു തരണേ. റസൂലുള്ളാന്റെ സ്പർശനം കൊണ്ട്, റസൂലുള്ളാന്റെ ദർശനം കൊണ്ട് എത്രയെത്ര ആളുകൾക്കാണ് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തത്. എത്രയെത്ര ആളുകളുടെ രോഗമാണ് അല്ലാഹു തആല ശമനം കൊടുത്തത്. ആരംഭ റസൂലുള്ളാന്റെ സ്പർശനം കൊണ്ട്, നെഞ്ചിന്റെ ഭാഗത്തൊരു സ്പർശനം കൊണ്ട്, കണ്ണുകൊണ്ടുള്ളൊരു നോട്ടം കൊണ്ട്, പേരൊന്ന് വിളിക്കല് കൊണ്ട് എത്രയെത്ര ആളുകൾക്കാണ് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിപ്പോയത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൊണ്ടൊന്ന് തടവിക്കൊടുത്തപ്പോ അവിടത്തെ കൈയങ്ങ് ചേർന്നുപോയി. റസൂലുള്ളാന്റെ കൈകൾക്ക് അങ്ങനെയൊരു ശേഷിയുണ്ടെങ്കിൽ മഹാനായ മൂസ നബി അലൈഹിസ്സലാം പാറമടകളിൽ അടിച്ച് വെള്ളം വെളിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, സ്വാലിഹ് അലൈഹിസ്സലാം പാറയിലടിച്ചിട്ട് ഒട്ടകത്തെ വെളിയിലേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഹബീബായ തങ്ങളോ മഹാന്മാര് പറഞ്ഞില്ലേ, വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസ്വാബിഇൻ നബിയിൽ മുത്തബഅ. മാഉ സംസമിനെന്തൊരു തിരക്കാണ് മക്കത്ത്. ഹൗദുൽ കൗസർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് സ്വർഗത്തിൽ പോകുന്നവർക്ക്. ആ വെള്ളങ്ങളെക്കാൾ ശ്രേഷ്ഠ സമ്പന്നമായ വെള്ളം അവിടത്തെ വിരലുകൾക്കിടയിലൂടെ വന്ന വെള്ളമല്ലേ. അങ്ങനത്തെ മുഅ്ജിസത്തുള്ള മുത്തായ തങ്ങളുടെ കരം സ്പർശിച്ചപ്പോ ജൂതനായ മനുഷ്യന്റെ അറ്റുകിടക്കുന്ന കയ്യങ്ങ് ചേർന്നുപോയി. അയാള് അശ്ഹദു അന്നക റസൂലുള്ളാഹ് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നുപോയി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവ കൂട്ടുകാരോട് പറയട്ടെ, ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, ഈ ഹബീബായ തങ്ങള് പൊന്നു പേരക്കുട്ടികളുടെ വിശപ്പ് സഹിക്കവയ്യാതെ കണ്ടപ്പോഴല്ലേ പോയത്. ആ കുടുംബത്തിൻ്റെ പ്രയാസം തങ്ങൾക്ക് അത്രയും വലിയ പ്രയാസമായി തോന്നിയിട്ടുണ്ടെങ്കിൽ, കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് വലിയ മാതൃകയുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു സ്വഹാബി റസൂലുള്ളാന്റെ പള്ളിയിലേക്ക് വന്നിട്ടുണ്ട്. അവിടുത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകുമ്പോ പലരും റസൂലുള്ളാന്റെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്ത് ചുംബനം നടത്തും. പക്ഷേ ഒരു സ്വഹാബി മാത്രം കൈ കൊടുക്കുന്നില്ല. ചോദിച്ചു, മാ മനഅക, എന്തേ മോനെ നീ മുസാഫഹത്ത് ചെയ്യാത്തത്, എന്തേ മോനെ നീ കൈ കൊടുക്കാത്തത്? അവിടുന്ന് റസൂലുള്ളാന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, എൻ്റെ കൈ നിങ്ങൾ കണ്ടോ? കുടുംബത്തെ പോറ്റാൻ വേണ്ടി എൻ്റെ ജോലി കുറച്ച് അധ്വാനമുള്ളതാണ്. ജോലിയെടുത്തിട്ട് എൻ്റെ കൈകളിൽ തഴമ്പ് വന്നിട്ടുണ്ട്. ഈ തഴമ്പ് ബാധിച്ച കൈകൊണ്ട് മാമസിസ്തു ദീപാജൻ വലാ ഹരീറൻ അല്യന മിൻ കഫി റസൂലില്ലാഹ്. പരുത്തിയേക്കാൾ മാർദ്ദവമുള്ള മിനുസമുള്ള ഹബീബായ തങ്ങളുടെ കരങ്ങളിലേക്ക് എൻ്റെ കൈയൊന്ന് ചേർത്തിയാൽ അവിടത്തേക്ക് പ്രയാസമാകുമോന്ന് പേടിച്ചിട്ടാൻ റസൂലുള്ളാഹ് സ്വഹാബിയുടെ കയ്യങ്ങ് പിടിച്ചു. ഫതഖബ്ബല റസൂലുള്ളാഹ്, എന്നിട്ട് ആ സ്വഹാബിയുടെ കൈ റസൂലുള്ളാഹ് അങ്ങോട്ടൊന്ന് ചുംബിച്ചു. എന്നിട്ട് സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല സ്വഹാബത്തെ, നാളെ സ്വർഗത്തിലുള്ള കരം നിങ്ങൾക്ക് കാണണോ? അവര് ചോദിച്ചപ്പോ, റസൂലുള്ളാഹ് ചോദിച്ചപ്പോ
അവിടുന്ന് മുത്ത് തങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ഈ സ്വഹാബിയുടെ കയ്യങ്ങുയർത്തിപ്പിടിച്ചിട്ട് കുടുംബത്തിന് വേണ്ടി റസൂലുള്ള അധ്വാനിക്കുന്നവരെ മുത്തുനബി സപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനത്തെ തുല്യതയില്ലാത്ത നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അലം നശ്റഹ് ലക സദ്റക്. തങ്ങളുടെ ഹൃദയത്തിനെ നമ്മൾ വിശാലമാക്കിയിരിക്കുന്നു. തങ്ങളുടെ ഹൃദയത്തിൽ ഒരാളോടും പകയോ വിദ്വേഷമോ ഒന്നും വരാൻ പാടില്ല. കാരണം പ്രവാചകത്വ ദൗത്യം 23 വർഷം മാത്രമാണെങ്കിലും അതിൻ്റെ ഇടയിൽ അനുഭവിക്കാൻ പലതും തങ്ങൾക്കുണ്ടാകും, പലതും തങ്ങൾ നേരിടേണ്ടി വരും. ആ സമയത്തെല്ലാം ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്ം, തങ്ങളുടെ മുൻഗാമികളായ ഉലുൽ അസ്മുകൾ ക്ഷമിച്ചതുപോലെ തങ്ങളും ക്ഷമിക്കേണ്ടതാണ്. ഇത് റസൂലുള്ളാഹിക്കുള്ള ഉപദേശമാണ്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോഴാണ് മക്കയിൽ 2 ആളുകൾ നിന്നിട്ട് ചർച്ച ചെയ്യുന്നത്. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുകയല്ല. 2 പേര് ചർച്ച ചെയ്യുന്നു. ഹിജ്റയുടെ 2-ാം വർഷമായിട്ടുണ്ട്. അന്നേരമാണ് മക്കത്ത് വെച്ച് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ നേതാക്കന്മാര് പലരും ബദറിൽ കൊല്ലപ്പെട്ടു പോയല്ലോ. ഇനി നമുക്ക് നേതാവായിട്ട് ആരാണുള്ളത്? അബൂജഹലില്ല, ഉത്ബത്തില്ല, ശൈബയില്ല, ഉമയ്യത്തില്ല. ഈ പറയപ്പെട്ട ആളുകളൊക്കെ മക്കയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചർച്ച ചെയ്യുന്ന 2 പേരാരാണ്? ഒരാള് ഉമൈർ ഇബ്നു വഹബാണ്, മറ്റൊന്ന് സഫ്വാൻ ഇബ്നു ഉമയ്യത്താണ്. അവരിങ്ങനെ ചർച്ച ചെയ്തിട്ട് ഇടയിൽ വെച്ചുകൊണ്ട് ഉമൈർ ഇബ്നു വഹബ് സഫ്വാനോട് പറയുന്നു, എനിക്ക് ഭാര്യയോ കുടുംബമോ സാമ്പത്തികമായ പ്രയാസങ്ങളോ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നേരെ മക്കത്ത് പോയിട്ട് മുഹമ്മദിനെ കൊല്ലുമായിരുന്നു. ഞാൻ മക്കത്ത് പോയിട്ട് മുഹമ്മദിനെ കൊല്ലുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞപ്പോ സഫ്വാൻ പറഞ്ഞു, നിന്റെ ഭാര്യയെ, നിന്റെ കുട്ടികളെ, നിന്റെ കടബാധ്യതകളെ ഞാൻ ഏറ്റെടുക്കാം. നീ പോയിട്ട് മുഹമ്മദിനെ കൊന്നിട്ട് വരൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല മൂർച്ചയുള്ള വാളെടുത്തിട്ട് വിഷം പുരട്ടി കൊടുത്തിട്ട് അരപ്പട്ടയിൽ ഒതുക്കി വെച്ചിട്ട് 470-ലധികം കിലോമീറ്റർ മക്കയിൽ നിന്ന് സഞ്ചരിച്ചിട്ട് മദീനയിലേക്ക് എത്തുന്ന സമയം, അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മസ്ജിദുൻ നബവിയിൽ ഇരുന്നു കൊണ്ട് അവിടെ നിന്നൊരു ബദറിന്റെ അവലോകനം നടക്കുന്നു. ബദർ യുദ്ധം നടന്നപ്പോൾ സ്വഹാബത്ത് പറയുന്നുണ്ട്, നമുക്ക് പരിചിതരല്ലാത്ത പലരും അവിടെ വന്നിട്ട് നമ്മോടൊപ്പം യുദ്ധം ചെയ്തിട്ടുണ്ട്. അബൂജഹലിനെ സൈഡാക്കിയവർ, ഉത്ബത്തിനെ നിലംപരിശാക്കിയവർ. കാരണം ബദറിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ കയ്യിൽ ആൾബലം, ആയുധബലം വളരെ കുറവാണ്. തുച്ഛമായ അംഗസംഖ്യയോടൊപ്പം ദുർബലമായിട്ടുള്ള ആയുധങ്ങളുമായിട്ട് പോയവർ. പക്ഷേ അവിടെ എത്തിയപ്പോൾ അള്ളാഹുവിന്റെ സഹായം ലഭ്യമായി. അവരതിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. കാരണം എന്താണെന്നറിയുമോ? ആരംഭ റസൂലുള്ളാഹിന്റെ മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാർ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പ്രബോധനം നടത്തിയല്ലോ. ആ പ്രബോധനത്തിൽ വിരലിൽ എണ്ണാൻ പറ്റുന്ന അനുയായികളും കൂടുതൽ എതിരാളികളുമായ റബ്ബിനോട് പരാതി പറഞ്ഞല്ലോ. എന്നിട്ട് അല്ലാഹു തആല കപ്പലുണ്ടാക്കാൻ പറഞ്ഞല്ലോ. ആ കപ്പലുമായി രക്ഷപ്പെടുമ്പോൾ മഹാനായ ശൈഖുൽ അംബിയാഇന്റെ കൂടെ പേരിന് പോലും ഒരു മലക്കിന്റെ സാന്നിധ്യമുണ്ടായിട്ടില്ല. നിങ്ങൾ നോക്കൂ, അന്താഖിയ എന്ന് പറയുന്ന നാട്ടിലേക്ക് ഈസാ നബി അലൈഹിസ്സലാമിന്റെ മെസ്സഞ്ചേഴ്സായി വന്നിരുന്ന 2 ആളുകൾ വജാഅ മിൻ അഖ്സൽ മദീന, സൂറത്തു യാസീനിൽ ആ അന്താഖിയയിലേക്ക് എത്തിയിട്ട് അവിടെയുള്ള ജനങ്ങളോട് പ്രബോധനം നടത്തി.
ഒരാള് മാത്രം സത്യവിശ്വാസിയായിട്ട് വന്നു, ഹബീബുൻ നജ്ജാർ എന്നവര്. ആ ഹബീബുൻ നജ്ജാർ എന്നവരെ ആ നാട്ടിലുള്ള കശ്മലന്മാര് കൊന്നുകളഞ്ഞ സമയത്ത് അള്ളാഹുവിന്റെ സഹായം നിങ്ങളെ നോക്കോ. ആ ഹബീബുൻ നജ്ജാർ തങ്ങളെ കൊന്നുകളഞ്ഞ ആ നാട്ടുകാരെ അല്ലാഹു തആല നശിപ്പിച്ചത് ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ, അതൊരട്ടഹാസം മാത്രമായിരുന്നു. ആ ശബ്ദം അവരിലേക്ക് സന്നിവിശേഷിക്കപ്പെട്ടപ്പോൾ അവര് മുഴുവനും അവിടെ ചത്തു വീണുപോയിട്ടുണ്ട്. പക്ഷേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല സഹായിച്ചതോ ആയിരക്കണക്കിന് മാലാഖമാരെ ഇറക്കിയിട്ടല്ലേ സഹായിച്ചത്. ഈ വിഷയം അവര് ചർച്ച ചെയ്യുന്ന സമയത്താണ് വെളിയിൽ ഒരു ആൾപെരുമാറ്റം കാണുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നോക്കുമ്പോഴേക്ക് അത് മക്കയിൽ നിന്ന് വന്നിട്ടുള്ള ഉമൈർ ഇബ്നു വഹബാൻ. ഉമൈറിനെ കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കൈകൊണ്ട് തടസ്സം ചെയ്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്നുള്ള രൂപത്തിൽ ഹബീബായ തങ്ങൾ ചോദിച്ചു, അവിടെ ആരാണ് ഉമറേ? ഉമൈറാണ് തങ്ങളെ. ഏത് ഉമൈർ? മക്കക്കാരനായ ഉമൈറാണ് തങ്ങളെ. എങ്കിൽ വിടോ ഇങ്ങോട്ട്. അർസിൽഹു യാ ഉമർ ഉദ്നു മിന്നീ യാ ഉമൈർ. ഉമറയാളെ ഇങ്ങോട്ടേക്ക് വിട്ടേക്കൂ, പറഞ്ഞേക്കൂ. ഉമൈറെ ഇങ്ങോട്ടേക്ക് അടുത്തോട്ട് വരൂ മോനെ. എന്തിനാണ് ഉമൈറെ നിങ്ങൾ വന്നത്? എന്തിനാണ് ഇങ്ങോട്ടേക്ക് നിങ്ങൾ വന്നത്? വന്ന ആവശ്യം പറയുന്നു. എന്റെ മകൻ വഹബുണ്ടല്ലോ ഇവിടെ, ആ വഹബിനെ നിങ്ങൾ ബദറിൽ അവിടുന്ന് തടങ്കലിലാക്കിയിട്ടുണ്ട്. അയാളെ തിരിച്ചു കൊണ്ടുപോകാനാ വന്നത്. ആ സമയത്ത് ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, മോനെ ഉമൈറേ, എന്തിനാണ് നിന്റെ മകനെ കൊണ്ടുപോകാനാണ് വന്നതെങ്കിൽ എന്തിനാണ് നിന്റെ അരപ്പട്ടക്കുള്ളിൽ നീ മറച്ചു വെച്ച വാളെന്തിനാണ് കൊണ്ടുവന്നത്? വാളുണ്ടായിട്ടെന്ത് കാര്യമാണ് മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം? വാളും പരിചയും ആൾബലവുമായിട്ട് വന്ന ഞങ്ങളുടെ നേതാക്കന്മാര് ഈ ബദറിൽ വെച്ചവര് കൊല്ലപ്പെട്ടില്ലാതായി പോയല്ലോ. ഇത് പറഞ്ഞപ്പോഴാണ് ഹബീബായ തങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ മക്കയിൽ വെച്ച് സഫ്വാനോട് ചർച്ച ചെയ്തിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി വന്നതല്ലേ ഉമൈറേ? ഇതങ്ങ് കേട്ടപ്പോ വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി സ്വലവാതി അലൻ നബി വസ്സലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി. ഇങ്ങോട്ടേക്ക് വിവരമെത്തിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ലാത്ത ആ കാലഘട്ടത്തിൽ മക്കയിൽ നടന്ന ആ സ്വകാര്യ സംഭാഷണം എങ്ങനെയാണ് മുഹമ്മദേ നിങ്ങളിലേക്ക് എത്തിയത്? മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് വിവരമറിയിച്ചു കൊടുത്തു. അപ്പോഴാണ് ഉമൈറിന്റെ ഖൽബിലേക്ക് റസൂലുള്ളാഹിനെ കുറിച്ച് ബോധ്യം വരുന്നത്. ആ സമയത്ത് തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നു. അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഉമൈറിനെ പെട്ടെന്ന് വിടരുത്. കാരണം ഇയാള് കൺവേർട്ടായിട്ടേ ഉള്ളൂ. ഇനി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹിനെ കൊല്ലാൻ വന്നൊരു വ്യക്തി, വാളും പിടിച്ച് വന്ന വ്യക്തി, ആ വ്യക്തിയാണിപ്പോൾ ഇസ്ലാം സ്വീകരിച്ചത്. ഇദ്ദേഹം വന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ കയ്യിൽ വാളില്ല, പരിചയില്ല, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ ആയുധങ്ങളൊന്നുമില്ല. നിങ്ങൾ നോക്കൂ, പിന്നെ എങ്ങനെ ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിച്ചു എന്ന് പറയാം?
അതേ സമയത്ത് വാളാല വന്നവനെ സ്നേഹത്തിന്റെ ഭാഷയിൽ ചേർത്ത് പിടിച്ച പുണ്യഭൂമേനിയെ മുഹമ്മദ് മുസ്തഫ, പോര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങള് സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഇയാളെ പെട്ടെന്ന് പറഞ്ഞേക്കരുത്. മാസങ്ങളോളം ഹബീബിന്റെ കൂടെ നിന്ന മസ്ജിദുൻ നബവിയിലെ അനക്കങ്ങളും മടക്കങ്ങളും കണ്ട് മനസ്സിലാക്കിയ സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് കാണിക്കുന്ന സ്നേഹത്തിന്റെയും മര്യാദയുടെയും ആൾ രൂപങ്ങൾ അത് കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഉമൈറിന്റെ ഖൽബിൽ ഈമാൻ വർദ്ധിക്കുന്ന മഹബ്ബത്തിലൂടെ മാസങ്ങളായി ചോദിച്ചു, നബിയേ, എന്റെ കൂട്ടുകാരൻ സഫ്വാൻ ഇബ്നു ഉമയ്യത്തിന്റെ മക്കയിൽ ഞാൻ പോയിട്ട് അയാളെയും കൂട്ടിയിട്ട് വരട്ടെ. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് വല്ല ഖൈറും ചെയ്യാൻ സാധിച്ചാൽ ആ ഖൈറിൽ എൻ്റെ കൂട്ടുകാരൻ കൂടെ ഭാഗവാക്കാകണം എന്ന് ചിന്തിക്കലല്ലേ നല്ല കൂട്ടുകാര്. ഇദാ സുഹിബ്തന്നാസ ഫസ്ഹബ് ഖിയാറഹും, നിന്നേക്കാൾ നല്ല കൂട്ടുകാരനെ നീ സെലക്ട് ചെയ്യണം. കണ്ടോ നിങ്ങൾ, ഉമൈർ ഇബ്നു വഹബ് തങ്ങൾ പറയുന്നു, ഞാനന്ന് മക്കത്തേക്ക് പോയിട്ട് സഫ്വാനിനെ കാണട്ടെ. റസൂലുള്ള സമ്മതം കൊടുത്തു. നേരെ മക്കയിലേക്ക് വന്നപ്പോ ആ മക്കയിലേക്ക് മദീനയിൽ നിന്ന് വരുന്ന പല കച്ചവട സംഘത്തോടും ചോദിക്കും, എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഉമൈർ, അയാള് മാസങ്ങളായി മക്കയിലേക്ക് പോയിട്ട് മദീനയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. അറിയുമോ നിങ്ങൾക്ക് എൻ്റെ ഉമൈറിനെ? കണ്ടിരുന്നോ നിങ്ങൾ എൻ്റെ ഉമൈറിനെ? ആർക്കും അറിയില്ല. ഒരു ദിവസം ഉമൈർ തങ്ങൾ വരുന്നു, സഫ്വാനോട് പറയുന്നു, സഫ്വാനെ, നമ്മൾ പറഞ്ഞതുപോലെയല്ല മുഹമ്മദ് ഉള്ളത്. അദ്ദേഹത്തിന്റെ സ്വഭാവം പാല് പോലത്തെ സ്വഭാവം. ആ മനുഷ്യനെയാണല്ലോ നമ്മൾ ആക്ഷേപിച്ചത്, അദ്ദേഹത്തെ കൊല്ലാനാണല്ലോ നമ്മൾ തീരുമാനിച്ചത്. ഇത് പറഞ്ഞപ്പോ സഫ്വാനിന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ എത്താത്തത് കൊണ്ട്, റസൂലുള്ളാഹിനോടുള്ള ഗീറത്ത് കൊണ്ട് ഉമൈർ ഇബ്നു വഹബ് പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവസാനം സഫ്വാനും ഉമൈറും തമ്മിൽ അകൽച്ചയിലാകുന്നു. ഏകദേശം 5-6 വർഷങ്ങൾക്ക് ശേഷം മക്കം ഫതഹിന് വേണ്ടി റസൂലുള്ളയും 10,000-ഓളം സ്വഹാബത്തും വരുന്നു. ആ മക്കം ഫതഹിന്റെ അന്നത്തെ ദിവസം മക്കയിലുള്ള പലരും റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് വരുന്നുണ്ട്. വന്നവരൊക്കെ പേടിച്ചു പരിഭ്രമിച്ചു നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം മുഹമ്മദ് പ്രതികാരം വീട്ടുമോ? കാരണം അബൂജഹലും ഉത്ബത്തും അങ്ങനെയുള്ള വില്ലാളി വീരന്മാര് എത്രയെത്ര സ്വഹാബിമാരെയാ കൊന്നത്, എത്രയെത്ര വീടുകളാ കൊള്ളയടിച്ചത്, എത്രയെത്ര മക്കളെയാ കൊന്നുകളഞ്ഞത്. അതിന്റെ പ്രതികാരം വീട്ടുമോ? എല്ലാവരും വന്നു റസൂലുള്ളാഹിന്റെ ചുറ്റും നിന്നിട്ട് പരിഭവം പറയുമ്പോ, അൽ ആന ലൈസ അലൈക്കുമുൽ ഖിസാസ്, ഇന്നത്തെ ദിവസം പ്രതികാരമില്ല, ഇന്നത്തെ ദിവസം പകരം ചോദിക്കലില്ല. ഹബീബായ തങ്ങൾ ഇതിങ്ങനെ പറയുന്ന സമയം ഒരു ചെറുപ്പക്കാരനുണ്ട്. അതേ മക്കയുടെ കഅബ ശരീഫിന്റെ ഭാഗത്തുള്ള മണൽ പരപ്പിലെ പൊടിമണ്ണെടുത്തിട്ട് തലയിലിട്ടിട്ട് ഇങ്ങനെ തല ചൊറിഞ്ഞു മാന്തി വിളിച്ചുകൊണ്ട്, ഖതൽതു ഖൈറൽ ഇബാദ്, ഖതൽതു ഖൈറൽ ഇബാദ്. എത്രയെത്ര നല്ല ആളായിരുന്നു മഹാനായ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് തങ്ങള്. ആ നല്ലൊരു മനുഷ്യനെയാണല്ലോ ഞാൻ കൊന്നുപോയത്. ഉഹദിന്റെ മണൽ തരികളെ, ഉഹദ് മല പോലും വേദനിച്ചു പോയ 63 വർഷത്തോളം ഹബീബായ തങ്ങള് ജീവിച്ചിട്ട് അന്ന് ഹംസ തങ്ങള് വഫാത്തായ ഷഹീദായ അന്ന് കരഞ്ഞതുപോലെ മുത്തായ തങ്ങള് മറ്റൊരിക്കൽ കരഞ്ഞിട്ടില്ല.
ആ റസൂലുള്ളാഹിനെ കരയിപ്പിച്ച വഹ്ശ് ഇബ്നു ഹർബ് വന്നിട്ട് ചോദിക്കുന്നു, എനിക്കും തൗബയുണ്ടോ? ഞാനും ഹിദായത്തിന് അർഹനാണോ? ഈ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹ്ശ് ഇബ്നു ഹർബിനെയും ചേർത്ത് പിടിച്ച് ഹിദായത്തിലേക്ക് കൊണ്ടുവന്നില്ലേ? റസൂലുള്ളാഹിന്റെ സ്വഭാവം അതല്ലേ? എല്ലാവരും നന്നാകണം, എല്ലാവർക്കും ഹിദായത്ത് കിട്ടണം. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ. കണ്ണ് കാണാത്ത പാവം സ്വഹാബി വന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം തങ്ങള് വന്നപ്പോൾ ആഭ്യന്തര ചർച്ചയിലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം ശിഷ്യനായതുകൊണ്ട് അല്പം കഴിഞ്ഞിട്ട് പരിഗണിക്കാമെന്നാലോചിക്കുമ്പോഴേക്ക് അബസ വതവല്ല, മുഖം തിരിച്ചു കളഞ്ഞുവല്ലേ നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല തിരുത്തി കൊടുത്തതാണത്. പക്ഷേ വിഷയം എന്താണ്? മക്കയിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹിനെ അത്രയും പ്രയാസപ്പെടുത്തിയ ഉത്ബത്തിനെ പോലെയുള്ള ആളുകളുമായിട്ട് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഈ പാവപ്പെട്ട സ്വഹാബി വന്നത്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹിന്റെ താല്പര്യം എല്ലാവരും നന്നാവണം, എല്ലാവരും ഹിദായത്തിലേക്ക് വരണം. വഹ്ശ് ഇബ്നു ഹർബ് വന്നു, അബൂ സുഫിയാന്റെ ഭാര്യയായ ഹിന്ദ് വന്നു. അങ്ങനെ പലരും ഇസ്ലാം സ്വീകരിക്കുന്നു. അപ്പോഴാണ് വിളിക്കുന്നു, യാ ഉമൈർ ഐന സ്വദീഖുക സഫ്വാൻ ഇബ്നു ഉമയ്യ. നിങ്ങളുടെ കൂട്ടുകാരൻ സഫ്വാൻ എവിടെ? സഫ്വാനിനെ അന്വേഷിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. കുറെ ദൂരം നടന്നു. സഫ്വാനിനെ കണ്ടെത്തിയിട്ട് പറഞ്ഞു, സഫ്വാനേ, നിന്നെ ഹബീബായ തങ്ങൾ വിളിക്കുന്നുണ്ട്. മക്കം ഫതഹിന് വന്നതല്ലേ മുഹമ്മദ് നബി? എന്നെ ആക്രമിക്കുമോ? എന്നെ തടങ്കലിലാക്കുമോ? എന്നെ കൊന്നുകളയുമോ എന്നെനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. എനിക്ക് ബുദ്ധിമുട്ട് വരില്ല, ആപത്ത് വരില്ല എന്നുറപ്പിക്കാൻ എന്തെങ്കിലും ആ മുഹമ്മദ് നബിയുടെ ബഖിയത്തായിട്ട്, അതല്ലെങ്കിൽ വിറാസത്തായിട്ട് എന്തെങ്കിലും എനിക്ക് കൊണ്ടുതരൂ. ഉമൈർ ഇബ്നു വഹബ് തങ്ങൾ നേരെ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് കാര്യം പറഞ്ഞപ്പോ അവിടത്തെ ചുമലിലിട്ടിരുന്ന കർച്ചീഫുണ്ട്, ഷാളുണ്ട്. ആ ഷാലെടുത്ത് കൊടുത്തിട്ട് നേരെ ഉമൈറിനോട് സഫ്വാനിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നു. ആ ഷാള് കണ്ടപ്പോ, റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഒട്ടിച്ചേർന്ന ഷാള് കണ്ടപ്പോ അത് പിടിച്ച് മുത്തിയിട്ട് സഫ്വാൻ നേരെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരുന്നു. അഫ്വൻ ലക യാ റസൂലല്ലാഹ് വ അശ്ഹദു അന്നക യാ റസൂലല്ലാഹ്. അവിടത്തെ കൊണ്ട് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നാകണമെന്നാഗ്രഹിച്ച മുത്തുനബി, എല്ലാവരും നന്നാകണമെന്നാഗ്രഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളും നന്നാകണമെന്നാഗ്രഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞില്ലേ, എനിക്കെൻ്റെ ഇഖ്വാനുകളെ കാണണമെന്ന്. ഈ പാറക്കടലിലുള്ള നമ്മെ ഓരോരുത്തരെയും കാണാൻ ആഗ്രഹിച്ച മുത്തുനബി ചോദിച്ചു, സ്വഹാബത്ത്, അവലസ്നാ ഇഖ്വാനുക യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലേ അവിടുത്തെ സഹോദരങ്ങൾ? ബൽ അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ അനുയായികളാണ്, സഹോദരങ്ങളല്ല. ആ സഹോദരങ്ങളെ കാണുന്ന അടയാളപ്പെടുത്തൽ എങ്ങനെയാണെന്നറിയോ? ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമത്തി ഗുർറം മുഹജ്ജലീന മിൻ ആസാരിൽ വുളൂ. ഇടക്കിടക്ക് വുളൂഇനെ പുതുക്കുന്നവരുണ്ടോ? വുളൂ മുറിയാതെ സൂക്ഷിക്കുന്നവരുണ്ടോ? ഹബീബിന്റെ സുന്നത്തായിട്ട് ആ വുളൂഇനെ പതിവാക്കിയിട്ട് കൈകാലുകൾ മുഖങ്ങൾ നീട്ടിക്കഴുകിയവരുണ്ടോ? നാളെ ഹബീബായ തങ്ങൾ കാത്തിരിക്കുന്ന അവിടുത്തെ സഹോദരങ്ങളിൽ നമുക്കും ഒരു ഇടമുണ്ട്.
എൻ്റെ പാറക്കടവിലുള്ള ഉമറാക്കളെ, താടിമീശ രോമം നരബാധിച്ചതിൻ്റെ ശേഷം ഇസ്ലാമിലേക്ക് വന്ന മഹാനല്ലേ ബഹുമാനപ്പെട്ട ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് തങ്ങൾ. അവര് പോകുന്ന സ്വർഗം ചോദിക്കാൻ നമുക്ക് വല്ല അർഹതയുമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എത്രയെത്ര സ്വഹാബിമാരാണ് യൗവനത്തിൻ്റെ മധുവിധു ആഘോഷിക്കുന്ന, എത്രയെത്ര സ്വഹാബിമാരാണ് കല്യാണത്തിൻ്റെ ആദ്യ രാത്രി പങ്കിടുന്ന സമയത്ത് പോലും ഹബീബായ തങ്ങളും അനുയായികളും യുദ്ധമുഖത്താണെന്നറിഞ്ഞപ്പോൾ അവരിലേക്ക് ചെന്ന് ഷഹീദായി പോയ ആ സ്വഹാബിമാരൊക്കെ പോകുന്ന സ്വർഗം ചോദിക്കാൻ നമുക്ക് വല്ല വകയുമുണ്ടോ? ആകപ്പാടയുള്ളത് വഹബ്ബു റസൂലില്ലാഹി അസ്ലു സആദതി. എല്ലാ വിജയത്തിൻ്റെയും നിദാനം ഹബീബായ തങ്ങളോടുള്ള നിഷ്കളങ്കമായ ഹുബ്ബ് തന്നെ. പ്രായമുള്ളവരെ, ളുഹാനിസ്കാരം പതിവാക്കിക്കോ. അത് ഹബീബ് പതിവാക്കിയതാണ്. മുഅ്മിനീങ്ങളെ, വിത്ർ നിസ്കാരം പതിവാക്കിക്കോ. അത് ഹബീബിന് പെരുത്ത് താല്പര്യമാണ്. ളുഹറിൻ്റെ മുമ്പും ശേഷമുള്ള 4 റക്അത്തുകളായുള്ള സുന്നത്ത് നിസ്കാരമുണ്ടല്ലോ, റവാത്തിബ്. അത് ഹബീബിന് പെരുത്തിഷ്ടമാണ്. അതേ ഇശാഇന്റെ ശേഷമുള്ള 2 റക്അത്ത് റവാത്തിബുണ്ടല്ലോ, അത് ഹബീബായ തങ്ങൾ കൻസായിട്ട് നിധിയായിട്ട് പരിചയപ്പെടുത്തിയതാണ്. അങ്ങനെയുള്ള സുഹൃതങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ ജീവിതത്തിൽ പകർത്തിയിട്ട് മരിക്കുന്ന സമയത്ത് മുത്തുനബിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു അടയാളം നമ്മോടൊപ്പം ഉണ്ടാകണം. എന്നിട്ട് ഈമാനോടെ നമുക്ക് മരിക്കാൻ പറ്റണം. അർഹമുർറാഹിമായ റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ.